ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ DLED ICT പ്രാക്ടിക്കൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള മാർബിൾ സോഫ്റ്റ്വെയറിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ഡിജിറ്റൽ ഗ്ലോബായ മാർബിൾ സോഫ്റ്റ്വെയർ അറ്റ്ലസ് വ്യൂവിൽ തുറന്ന് ആഫ്രിക്കൻ വൻകര ദൃശ്യമാകുന്ന ഭാഗം സൂം ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുത്ത് ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ _ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ബി ക്വസ്റ്റ്യൻ. സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ മുതൽ ഡർബൺ വരെയുള്ള ആകാശദൂരം ആഡ് മെഷർ പോയിന്റ് സംവിധാനം ഉപയോഗിച്ച് രേഖപ്പെടുത്തുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ _ ബി ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ചോദ്യം മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ മാർബിൾ എന്ന രീതിയിൽ മാർബിൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ മാർബിൾ എന്ന രീതിയിൽ മാർബിൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. സോഫ്റ്റ്വെയർ ഓപ്പൺ വന്ന ശേഷം മാക്സിമൈസ് ചെയ്യുക. ഇവിടെയാണ് നമുക്ക് വ്യൂസ് ഉള്ളത്. ഇതിൽ എർത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എർത്ത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം അറ്റ്ലസ് വ്യൂവിൽ നമ്മൾ തുറക്കുക. ഇപ്പോൾ ഓൾറെഡി അറ്റ്ലസ് വ്യൂവിലാണ് നമ്മളെ ഗ്ലോബ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് സൂം ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ മൗസിലെ സ്ക്രോളിംഗ് വീലാണ്. ഇനി നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം, സൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ആഫ്രിക്ക എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളോട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആഫ്രിക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മളോട് സ്ക്രീൻഷോട്ട് എടുത്ത് ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ആക്സസറീസ് സ്ക്രീൻഷോട്ട് എന്ന രീതിയിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് ഈ വിൻഡോൻ്റെ മാത്രം സ്ക്രീൻഷോട്ടാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ടൈക്ക് സ്ക്രീൻഷോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഉൾപ്പെടുത്തേണ്ട ഫോൾഡർ എന്ന് പറയുന്നത് അതറിൽ പോയിട്ട് നമുക്ക് ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് ആണ് ഇവിടെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ട ഫോൾഡർ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫോൾഡർ നമ്മൾ ശരിയാക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് പേര് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ നമ്മളിവിടെ ഒരു Q6 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു _ ഇട്ടതിന് ശേഷം എന്ന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ _ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു ഫയൽ നമ്മൾ DLED പ്രൊഡക്ട്സിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ഉറപ്പ് വരുത്താം. അതിനുവേണ്ടി ഹോം ഫോൾഡറിനകത്ത് പോയി DLED പ്രൊഡക്ട്സ് ഒന്ന് എടുത്തു നോക്കുന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ അവിടെ ലഭ്യമാണ്. ഇനി നമുക്കത് ക്ലോസ് ചെയ്ത് വീണ്ടും ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ മുതൽ ഡർബൺ വരെയുള്ള ആകാശദൂരം ആഡ് മെഷർ പോയിന്റ് സംവിധാനം ഉപയോഗിച്ച് രേഖപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനാദ്യം നമുക്ക് ഇവിടെയാണ് സെർച്ച് വിൻഡോ ഉള്ളത്. നമുക്കിവിടെ സ്ഥലങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കേപ്പ് ടൗൺ ആണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ CAP എന്ന് നമുക്ക് അടിക്കുമ്പോൾ തന്നെ ഇവിടെ കേപ്പ് ടൗൺ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇവിടെ കേപ്പ് ടൗൺ നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്തത് കൊണ്ട് നമുക്കിവിടെ കേപ്പ് ടൗൺ കാണാൻ സാധിക്കില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കേപ്പ് ടൗണിൻ്റെ ഭാഗം ഒരു പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ദൃശ്യമാകും. ഇനി നമ്മൾ നേരെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കേപ്പ് ടൗൺ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ മൗസ് പോയിൻ്റർ ഒരു ഹാൻഡ് ടൂളായി മാറും. ഇവിടെ ഹാൻഡ് ടൂള് മാറുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മളൊരു ഫിംഗറിങ് ഹാൻഡ് ടൂളായി കഴിഞ്ഞാൽ നമ്മളവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് മെഷർ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കണ്ടെത്തേണ്ട സ്ഥലം ഡർബൻ ആണ്. അപ്പോൾ ഡർബൻ എന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡർബൻ DUR എന്നടിക്കുമ്പോഴേക്കും നമുക്കിവിടെ ഡർബൻ ലഭ്യമാവുന്നുണ്ട്. ഇനി ഡർബൻ ഇവിടെ സെർച്ച് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമുക്ക് ഡർബൻ ഇവിടെ പ്ലസ് ഐക്കണായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. നമ്മൾ അതൊന്ന് സൂം ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഡർബൺ നമുക്കിവിടെ വ്യക്തമായി കാണുന്നുണ്ട്. ഇനി ഈ ഡർബണിൽ നമ്മളൊന്ന് നമ്മുടെ മൗസ് പോയിൻ്റർ എത്തിക്കുന്നു. ഇവിടെ വെച്ച് നമ്മൾ ആഡ് മെഷർ പോയിൻ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഡർബൺ വ്യക്തമായി
കണ്ടതിന് ശേഷം ആ പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് മെഷർ പോയിന്റ് നമ്മൾ കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഗ്ലോബ് ഒന്ന് സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ ആകാശ ദൂരം നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. 1274.1 കിലോമീറ്ററാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ, ആക്സസറീസ്, സ്ക്രീൻഷോട്ട് എന്ന രീതിയിൽ നമ്മൾ സ്ക്രീൻഷോട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ സെലക്ട് ചെയ്യുന്നു. ടേക്ക് സ്ക്രീൻഷോട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നു. നമുക്ക് ആദ്യം നെയിം കൊടുക്കാം. നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ, ഇവിടെ ഒരു Q7 എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ ഏത് ഗ്രൂപ്പാണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു നമ്പർ കൊടുക്കുന്നു എന്ന് മാത്രം. _B ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ _ B എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഓൾറെഡി ഇവിടെ DLL പ്രൊഡക്ട്സ് ലഭ്യമാണ് എങ്കിലും നമുക്കതൊന്ന് സെലക്ട് ചെയ്യുന്ന ഒന്നുകൂടി പറയാം. അതറിൽ പോയി നമ്മൾ ഹോം ഫോൾഡർ സെലക്ട് ചെയ്ത് DLL പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത ഫയൽ DLL പ്രൊഡക്ട്സിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളിവിടെ വിൻഡോ മിനിമൈസ് ചെയ്യുന്നു. ഹോമിലെ DLL പ്രൊഡക്ട്സ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. നമ്മൾ 2 ഫയലുകളും A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഇവിടെ ലഭ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് മാർബിളിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം. മാർബിൾ സോഫ്റ്റ്വെയർ തുറന്ന് ശ്രീലങ്കയിലെ കൊളംബോയിൽ നിന്നും കോയമ്പത്തൂർ വരെയുള്ള ആകാശദൂരം ദൃശ്യമാക്കി സ്ക്രീൻഷോട്ട് എടുത്ത് ഹോം ഫോൾഡറിലെ DLL പ്രൊഡക്ട്സിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ _ A ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. കോയമ്പത്തൂരിൻ്റെ അക്ഷാംശ രേഖാംശങ്ങൾ ദൃശ്യമാക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോം ഫോൾഡറിലെ DLL പ്രൊഡക്ട്സിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ _ B ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, മാർബിൾ എന്ന രീതിയിൽ മാർബിൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് കൊളംബോയിൽ നിന്നും കോയമ്പത്തൂർ വരെയുള്ള ആകാശദൂരം ദൃശ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് മാർബിൾ സോഫ്റ്റ്വെയറിനകത്ത് കൊളംബോ ഒന്ന് സെർച്ച് ചെയ്യാം. ഇവിടെയാണ് സെർച്ച് വിൻഡോ വരുന്നത്. ആ സെർച്ച് ബോക്സിനകത്ത് നമ്മൾ കൊളംബോ CO എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും അവിടെ കൊളംബോ നമുക്ക് കിട്ടേണ്ടതുണ്ട്. COL. ഇപ്പോൾ കൊളംബോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൊളംബോ LK നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കാണുന്നുണ്ട്. ഒന്ന് അവിടെ വന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ കൊളംബോ മാർക്ക് ചെയ്ത് കാണിക്കും. ഇനി അതിന് ശേഷം സൂം ചെയ്യാം. നമുക്ക് മൗസ് വഴിയും അല്ലെങ്കിൽ ഇവിടുത്തെ സൂം ടൂൾ വഴിയും നമുക്ക് ഈ ഭാഗം സൂം ചെയ്യാൻ സാധിക്കും. ഇനി കൊളംബോ ദൃശ്യമായി കഴിഞ്ഞാൽ നമുക്ക് കൊളംബോയിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് മെഷർ പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അതിനുശേഷം നമുക്ക് അടുത്ത സ്ഥലം കോയമ്പത്തൂരാണ്. അപ്പോൾ നമ്മൾ ഈ സെർച്ച് ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് കൊളംബോ മായ്ക്കുന്നു. അതിനുശേഷം നമുക്ക് കോയമ്പത്തൂരാണ് വേണ്ടത്. അപ്പോൾ കോയമ്പത്തൂരിന് COI എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും അവിടെ കോയമ്പത്തൂർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മളൊരു എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കോയമ്പത്തൂർ നമുക്ക് മാർക്ക് ചെയ്ത് കാണുന്നുണ്ട്. ഇനി ഇവിടെ സൂം ചെയ്ത് നോക്കുന്നു. കോയമ്പത്തൂരിൻ്റെ പോയിന്റിൽ വെച്ച് നമ്മളൊന്നും കൂടി സൂം ചെയ്ത് കറക്റ്റായി കോയമ്പത്തൂർ ദൃശ്യമാവുന്ന തരത്തിൽ വെക്കണം. അതിനുശേഷം കോയമ്പത്തൂരിൻ്റെ ആ ഒരു പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് മെഷർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കൊളംബോ മുതൽ കോയമ്പത്തൂർ വരെയുള്ള ആകാശ ദൂരം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഭാഗം കറക്റ്റാക്കി സ്ക്രീനിൽ വെച്ചതിന് ശേഷം ആപ്ലിക്കേഷൻ, ആക്സസറീസ്, സ്ക്രീൻഷോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സ്ക്രീൻഷോട്ട് വിൻഡോ തുറക്കുന്നു. അതിനുശേഷം ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ടേക്ക് സ്ക്രീൻഷോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിന് പേര് കൊടുക്കേണ്ടത് രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ _ A എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ Q6 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ചോദ്യ നമ്പർ നമ്മൾ ജസ്റ്റ് ഒരു നമ്പർ കൊടുക്കുന്നത് മാത്രം. നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്രൂപ്പിനനുസരിച്ചിട്ടാണ് അവിടെ നമ്പർ കൊടുക്കേണ്ടത്. അതിനുശേഷം A എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്താൽ നമ്മൾ DLL പ്രൊഡക്ട്സിൽ ഇത് ലഭ്യമായിട്ടുണ്ടോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിനുവേണ്ടി ഹോം ഫോൾഡറിലെ DLL പ്രൊഡക്ട്സ് ഒന്ന് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു.
സോറി, ഇവിടെ നമ്മൾ ഫോൾഡർ സെലക്ട് ചെയ്തത് മാറിപ്പോയതാണ്. അപ്പോൾ നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കുക, ആപ്ലിക്കേഷൻ ആക്സസറീസ്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് സേവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് DLED പ്രൊഡക്ട്സിലേക്ക് രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ _ ഫയൽ നാമമായി നൽകി സ്ക്രീൻഷോട്ട് സേവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ആക്സസറീസ് സ്ക്രീൻഷോട്ട് എന്നുള്ള രീതിയിൽ സ്ക്രീൻഷോട്ട് വിൻഡോ തുറക്കാം. അതിൽ ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ സെലക്ട് ചെയ്യുന്നു, ടേക്ക് ദ സ്ക്രീൻഷോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ രജിസ്റ്റർ നമ്പർ _ നമ്പർ Q6 എന്ന പേര് കൊടുക്കുന്നു. ജസ്റ്റ് ഒരു നമ്പർ കൊടുക്കുന്നത് മാത്രം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഗ്രൂപ്പ് ഏതാണോ ആ ഗ്രൂപ്പിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിവിടെ ഒരു _ ഇടുന്നു, A എന്ന് കൂടി കൊടുക്കുന്നു. ആദ്യത്തെ ഓപ്ഷൻ ആയ കാരണം നമ്മൾ A കൊടുക്കുന്നു. ഇനി ഇവിടെ അതറിൽ പോകുന്നു, സേവ് ഇൻ ഫോൾഡറിൽ അതറിൽ പോയി ഹോം ഫോൾഡറിൽ DLED പ്രൊഡക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പൺ ചെയ്യുന്നു. വീണ്ടും നമ്മൾ സേവ് ബട്ടണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് DLED പ്രൊഡക്ട്സിൽ പോയി ആ ഫയൽ അവിടെ വന്നിട്ടില്ല, നമ്മൾ സേവ് ചെയ്ത ഫയൽ വന്നിട്ടില്ല എന്നൊന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെയാണ്. ഇനി നമുക്ക് ഇതിൽ തന്നെ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. കോയമ്പത്തൂരിൻ്റെ അക്ഷാംശ രേഖാംശങ്ങൾ ദൃശ്യമാക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോം ഫോൾഡറിൽ DLED പ്രൊഡക്ട്സിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ _ B ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാർബിൾ സോഫ്റ്റ്വെയർ എടുത്തതിന് ശേഷം അതിൽ മെഷർ പോയിൻറ്റ്സ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് മെഷർ പോയിൻറ്റ്സ് ചെയ്യുന്നു. ഇനി അതിനുശേഷം നമ്മൾ കോയമ്പത്തൂരിൻ്റെ ആണ് കാണേണ്ടത്. കോയമ്പത്തൂരിൻ്റെ അക്ഷാംശ രേഖാംശങ്ങളാണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി കോയമ്പത്തൂരിൻ്റെ പോയിൻറ്റിൽ വെച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അതിനൊരു പോയിൻ്റ് ഇവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ അതിൽ കറക്റ്റായി ഹാൻഡ് പോയിൻറ്റിങ് ചെയ്യുന്ന ആ ഒരു ഹാൻഡ് ടൂൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കോയമ്പത്തൂരിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാനായി ആപ്ലിക്കേഷൻ ആക്സസറീസ് സ്ക്രീൻഷോട്ട് എന്ന രീതിയിൽ നമ്മൾ സ്ക്രീൻഷോട്ട് വിൻഡോ എടുക്കുന്നു. അതിൽ ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ടേക്ക് സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ രജിസ്റ്റർ നമ്പർ _ നമ്പർ Q6 _ B എന്ന് കൊടുക്കുന്നു, രണ്ടാമത്തെ ഓപ്ഷൻ ആയതുകൊണ്ട്. അതിനുശേഷം സേവ് ഇൻ ഫോൾഡറിൽ അതർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഹോം ഫോൾഡർ സെലക്ട് ചെയ്ത് DLED പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സേവ് ബട്ടണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് DLED പ്രൊഡക്ട്സിൽ ഈ ഫയൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ഫയൽ ലഭ്യമായിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ സേവ് ചെയ്ത ഫയൽ DLED പ്രൊഡക്ട്സിൽ ലഭ്യമാണ്. ഓക്കെ, ഇനി മാർബിളിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം. മാർബിൾ സോഫ്റ്റ്വെയർ തുറന്ന് ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇന്ത്യക്ക് സമീപം ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ കടന്നു പോകുന്ന ഭാഗം സൂം ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുത്ത് ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ _ A ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. B ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ആഡ് മെഷർ പോയിൻ്റ് സംവിധാനം ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്ററിലേക്കുള്ള ആകാശ ദൂരം കണ്ടെത്തുക. സ്ക്രീൻഷോട്ട് എടുത്ത് ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ _ B ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്ത് വെക്കാം. അതിനുശേഷം ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ മാർബിൾ എന്ന രീതിയിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. ഇനി നമുക്ക് ഗ്ലോബിനകത്തേക്ക് ഇന്ത്യയുടെ ഭാഗം സ്ക്രീനിൽ കാണുന്ന രീതിയിൽ വെക്കാം. അതിനുശേഷം നമ്മളൊന്ന് സൂം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു യെല്ലോ ലൈനാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്, ഭൂമധ്യരേഖ. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഭാഗം സൂം ചെയ്യുക. അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ DLED പ്രൊഡക്ട്സിൽ സേവ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ആക്സസറീസ് സ്ക്രീൻഷോട്ട് എന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ടേക്ക് സ്ക്രീൻഷോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ രജിസ്റ്റർ നമ്പർ _ നമ്പർ _ A എന്ന് പേര് കൊടുക്കുന്നു. രജിസ്റ്റർ നമ്പർ Q6 _ A.
അതിനുശേഷം നമ്മൾ DLED പ്രൊഡക്ട്സ് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കണം. അപ്പോൾ അതറിൽ പോയി നമ്മൾ ഹോം ഫോൾഡർ സെലക്ട് ചെയ്ത് DLED പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സേവ് ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇതൊന്ന് മിനിമൈസ് ചെയ്ത് DLED പ്രൊഡക്ട്സിൽ നമ്മൾ സേവ് ചെയ്ത സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ സേവ് ചെയ്ത സ്ക്രീൻഷോട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മളിതൊന്ന് മിനിമൈസ് ചെയ്ത് വെക്കുന്നു. ഇനി അടുത്ത ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ആഡ് മെഷർ പോയിൻ്റ് സംവിധാനം ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഭൂമധ്യരേഖയിലേക്കുള്ള ആകാശ ദൂരം കണ്ടെത്തുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ _ B ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ആദ്യം തിരുവനന്തപുരം കണ്ടെത്തേണ്ടതുണ്ട്. തിരുവനന്തപുരം കണ്ടെത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരം THI എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ഇവിടെ തിരുവനന്തപുരം ലഭ്യമായിട്ടുണ്ട്. ഈ തിരുവനന്തപുരം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ ഈ പ്ലസ് മാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നു. അവിടെ തിരുവനന്തപുരത്തിൻ്റെ മുകളിലെ പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആഡ് മെഷർ പോയിൻ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇക്വേറ്ററിൽ നമ്മൾ മൗസ് പോയിൻ്റർ വെച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് മെഷർ പോയിൻ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ലെങ്ത്ത് അവിടെ നമ്മൾ ആകാശ ദൂരം കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇക്വേറ്റർ വരെയുള്ള ആകാശ ദൂരം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. ആപ്ലിക്കേഷൻ, ആക്സസറീസ്, സ്ക്രീൻഷോട്ട് എന്ന രീതിയിൽ സ്ക്രീൻഷോട്ടിൻ്റെ വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഗ്രാബ് ദ കറൻറ്റ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ടൈക്ക് സ്ക്രീൻഷോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അവിടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ Q6 _ B എന്ന് പേര് കൊടുക്കുന്നു. അതിനുശേഷം സേവ് ഇൻ ഫോൾഡറിൽ അതറിൽ പോയി ഹോം ഫോൾഡർ സെലക്ട് ചെയ്ത് DLED പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കുന്നു. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് സേവ് ചെയ്ത സ്ക്രീൻഷോട്ട് DLED പ്രൊഡക്ട്സിൽ ലഭ്യമാണോ എന്ന് ഉറപ്പ് വരുത്താം. അതിനുവേണ്ടി DLED പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്ത 2 സ്ക്രീൻഷോട്ടുകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്.